പ്രണയവും അതുമായി ബന്ധപ്പെട്ട് തന്നെ പലപ്പോഴും ഇന്ന് വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഈ പ്രണയത്തിൻ്റെ കാര്യത്തിൽ എല്ലാ കാലത്തും പ്രണയമുണ്ടായിരുന്നു. പ്രണയവുമായി ബന്ധപ്പെട്ട മോഹഭംഗങ്ങളും അല്ലെങ്കിൽ ചില ഘട്ടങ്ങളിൽ പ്രതിഷേധ രീതികളുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ തന്നെ വന്ന ഒരു പഴയകാല പ്രണയം ഒരു പുസ്തകത്തിൽ, ആ കഥയിൽ ഞാൻ വായിക്കുകയുണ്ടായി. ലീലാവതി ടീച്ചർ ധ്വനിപ്രകാരം എന്ന് പറഞ്ഞെഴുതിയ അവരുടെ ആത്മകഥയിൽ മഹാരാജാസ് കോളേജിൽ അവർ പഠിക്കുന്ന കാലത്ത്, പിൽക്കാലത്ത് അവിടെ തന്നെ പഠിച്ച ഒരു സി.പി. മേനോൻ അദ്ദേഹത്തെയാണ് അവർ വിവാഹം കഴിക്കുന്നത്. ഇവർ തമ്മിൽ പരിചയപ്പെടുന്നതും ഒരു മാഗസിൻ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പരസ്പരം അറിയുന്നു, പരസ്പരം ആകൃഷ്ടരാകുന്നു. കോളേജ് വിദ്യാഭ്യാസം അവസാനിച്ച് പോകുന്നതിന് മുൻപ് എന്നെ ഒന്ന് കാണണമെന്ന് പുരുഷൻ, യുവാവ് ടീച്ചറോട് പറയുന്നു. ഇത് അപകടമാണ്, എൻ്റെ സാഹചര്യത്തിൽ ഇപ്പോൾ പ്രണയത്തിലോട്ടും വിവാഹത്തിലോട്ടുമൊക്കെ വീഴാനുള്ള സാഹചര്യമല്ല എന്ന് പറഞ്ഞ് ഈ കാമുകനോട്, ഭാവി ഭർത്താവ് വിവരം അറിയിക്കാതെ ടീച്ചർ അവിടെ വിട്ടുപോകുന്നു. പിന്നീട് ഇദ്ദേഹം ജോലി തേടി ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ പോകുന്നുണ്ട്. പക്ഷേ ഈ ബന്ധം, അന്ന് സാമൂഹ്യ മാധ്യമങ്ങളൊന്നുമില്ല, പക്ഷേ ഈ ബന്ധം നിലനിൽക്കുന്നു. അവസാനം ഒരു നീണ്ട കഥ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ 4-5 വർഷം കഴിഞ്ഞ് ടീച്ചറിനും ഇതിനോട് അനുകൂലമായൊരു സമീപനം എടുക്കാവുന്ന ഘട്ടം എത്തുമ്പോൾ, ജീവിതഘട്ടം എത്തുമ്പോൾ അവർ തമ്മിലും ഒരുമിക്കുന്നു. അതും പ്രണയത്തിൻ്റെ ഒരു മാതൃകയാണ്. ഒരുപക്ഷെ ഇന്നാണെങ്കിൽ നമ്മൾ ചുറ്റും കണ്ടുപെടുന്നത് ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഒരു അതിപ്രസരത്തിൽ, ഈ പ്രകാശവേഗതയിൽ എവിടെയോ വെച്ച് കണ്ടു, കലാലയത്തിലാകാം, ബസ് സ്റ്റാൻഡിലാകാം, ഉണ്ടാകുന്ന സൗഹൃദം, ഫോൺ നമ്പർ എക്സ്ചേഞ്ച്, മെസ്സേജ്, ഇതിലൂടെ. കാരണം ഈ ഡിജിറ്റൽ വേൾഡിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് അതിവേഗം, വളരെ ഇമ്പൾസീവായി, നൈമിഷികമായി കാര്യങ്ങളോട് റിയാക്ട് ചെയ്യുന്ന ഒരു പ്രവർത്തന ശൈലി വളർന്നു വരുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജുകൾ പായുന്നു, ഇതിലൂടെ അടുപ്പമെന്ന് തോന്നുന്നു. അത് അടുപ്പം അകൽച്ചയായി വരുന്നതിന് അധികം സമയം വേണ്ട. പലപ്പോഴും ഇതൊന്നും റിഫ്ലക്റ്റ് ചെയ്യുവാനുള്ള, ഈ പരസ്പരമുണ്ടാകുന്ന ബന്ധത്തെ, ഇതിൻ്റെ സ്വഭാവം മനസ്സിലാക്കുവാനും റിഫ്ലക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുവാനുള്ളൊരു സാഹചര്യമില്ല. അപ്പോൾ അത് എളുപ്പത്തിൽ പകയാകും. അതിൻ്റെ പിന്നെ പലപ്പോഴും നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ആ സിനിമയുമായി ബന്ധപ്പെട്ടൊക്കെ ചോദിച്ച്, ഈ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള അടുപ്പമെന്ന് പറയുന്നത് അത് വെറും ശാരീരികമായിട്ടുള്ള, ബാഹ്യമായിട്ടുള്ള മെറ്റീരിയൽ പൊസഷൻ എന്ന നിലയിലുള്ള ഒരു സൂപ്പർഫിഷ്യലായിട്ടുള്ള അടുപ്പവുമാകാം. ഞാൻ ഈ ടി പത്മനാഭൻ്റെ ഒരു കഥയിൽ, പ്രസിദ്ധമായൊരു കഥയിൽ അദ്ദേഹം പറയുന്നുണ്ട്, കാമുകന്മാർ അടുത്ത് നിൽക്കുമ്പോൾ ശരീരമില്ലാത്ത 2 ആത്മാക്കളായിരുന്നു അവർ. എന്നെ വളരെ ആകർഷിച്ച ഒരു വാചകമാണ്.